ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി 27 രാവിന് ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ പഴംപൊരിയാണ് കേട്ടോ. നിങ്ങളിതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ കേട്ടോ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഒരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങളുടെ മധുരത്തിന് ആവശ്യാനുസരണം നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ്, ഏലക്കായപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ടിട്ടില്ല. അതേപോലെ തന്നെ അപ്പസോഡയും ഒരു നുള്ളു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനതും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് കട്ട കെട്ടാതെ പഴം പൊരിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ബാറ്റർ തയ്യാറാക്കുകയാണ്. നിങ്ങളും ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് മാവ് മുക്കി പൊരിക്കാൻ ആവശ്യമായ രൂപത്തിൽ ബാറ്റർ തയ്യാറാക്കാം. കണ്ടോ, ഇതുപോലെ വേണം നമുക്ക് പഴം പൊരിക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറായിട്ടിരിക്കാൻ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ബാറ്റർ വേണ്ടത്. മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 വലിയ പഴമാണ്. അതിങ്ങനെ 2-3-4 കഷ്ണങ്ങളായി പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പഴംപൊരി ഇട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം ചൂടായി. ഇനി ഇതാ നമ്മുടെ മാവിൽ പഴം മുക്കിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഡിപ്പ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും പഴത്തിൻ്റെ ആക്കി കൊടുക്കുക. എന്നിട്ട് ചൂടായ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് വറുത്ത് കോരുക. കണ്ടില്ലേ, ഇങ്ങനെ വേണം എല്ലാ പഴങ്ങളും നമുക്ക് വെച്ച് കൊടുക്കാൻ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതും ചെറുതുമൊക്കെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണോ മുറിക്കാൻ ആവശ്യം പഴം, അതുപോലെ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ മുക്കിയിട്ട് പാൻ നിറയെ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഒരു ഭാഗം മൊരിഞ്ഞ് വന്നാൽ മറ്റേ ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ വേവിച്ചതിന് ശേഷം നമുക്കിത് കോരി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ പഴംപൊരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.